കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് തരികയാണ്. 84-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, 84-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. അന്യസ്ഥലത്ത് 1000 ദിവസങ്ങൾ ആയിരിക്കുന്നതിനേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളായിരിക്കുന്നതിനേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. കർത്താവിന്റെ ആലയത്തിലേക്ക് വരാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ആയിരുന്ന് മറിയത്തെ പോലെ വചനം കേൾക്കാൻ ദൈവം നമുക്ക് അവസരം തരികയാണ്. കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കാം. വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ കിടന്നുറങ്ങിയിരുന്ന സാമുവേലിനെ ദൈവം വിളിച്ചു. സാമുവേൽ സാമുവേൽ എന്ന് ദൈവം വിളിക്കുമ്പോൾ സാമുവേൽ പറയുന്ന മറുപടി, കർത്താവേ, ഇതാ അങ്ങയുടെ ദാസൻ അരുളി ചെയ്താലും. ഈ മനോഭാവത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്കായിരിക്കാം. കർത്താവേ, ഇതാ അങ്ങയുടെ ദാസൻ അങ്ങ് അരുളി ചെയ്യണം, എന്നോട് സംസാരിക്കണം. എൻ്റെ ജീവിതത്തിന്റെ തകർച്ചകളെ എങ്ങനെയാണ് ഞാൻ അതിജീവിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് അങ്ങയെ സ്നേഹിക്കേണ്ടത്, ഉത്തമമായ ഒരു ജീവിതം എങ്ങനെയാണ് ഞാൻ നയിക്കേണ്ടത്, ഞാൻ ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറേണ്ടത് എങ്ങനെയാണ്, എനിക്കങ്ങ് കാണിച്ചു തരണം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മക്കളെല്ലാം സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാവപ്പെട്ട മക്കളാണ്. ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ഞങ്ങളുടെ കഴിവുകളിൽ ആശ്രയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടിയാൽ കൂടുന്നതാണ് ജീവിതമെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കർത്താവെ, ജീവിതത്തിന്റെ തകർച്ചകളിലും സങ്കടങ്ങളിലും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. അങ്ങ് സഹായിച്ചാലല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കർത്താവെ, ബലഹീനതയിൽ അങ്ങ് ബലമേകണം. അങ്ങ് കൃപയാൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കണം. വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ എനിക്കൊരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. പലതവണ ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവെ, അങ്ങ് അത് എടുത്തു മാറ്റണമേ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. പ്രിയമക്കളെ, ഈ ദിവസം മുഴുവൻ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ നിയന്ത്രണത്തിന് പൂർണ്ണമായും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവേ, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം യാചിക്കുന്നു. വിശുദ്ധ മിഖായേലെ, വിശുദ്ധ ഗബ്രിയേലെ, റഫായേലെ, 12 വ്യൂഹം മാലാഖമാരുടെ സൈന്യനിരകളെ പ്രത്യേകമായി സഹായം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബെനഡിക്റ്റ്, വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ പാത്രിപ്പിയോ, വിശുദ്ധ അന്തോണീസ്, സകല വിശുദ്ധരെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. ഉച്ചത്തിൽ ഹല്ലേലൂയ, അതിനെ തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 84-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നമുക്കറിയാവുന്ന വചനമാണ്. അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളായിരിക്കുന്നതിനേക്കാൾ പോരട്ടെ, അങ്ങയുടെ ആലയത്തിൽ, അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്, എത്രയോ അത് ബെറ്ററാണ്. അങ്ങയുടെ ആലയത്തിൽ, അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം, അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളായിരിക്കുന്നതിനേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. അതായത് ഇതിന്റെ ഒരു രഹസ്യം നിങ്ങൾ തിരിച്ചറിയണം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് നമ്മള് കർത്താവിന്റെ ആലയത്തിൽ ദൈവസാന്നിധ്യത്തിലായിരിക്കുമ്പോൾ സഭയുടെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് ദണ്ഡവിമോചനം. അത് കേട്ടിട്ടുണ്ടോ? ദണ്ഡവിമോചനം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? അപ്പോ എന്താണ് എന്ത് വിമോചനം? ദണ്ഡവിമോചനം. അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരെന്ന് കൈവയ്ക്കുകയെ. കള്ളമൊന്നും പറയരുത്, കറക്റ്റായിട്ട് അറിയാം.
പറയണേ, ഇങ്ങോട്ട് വിളിക്കും ഞാൻ. ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കൂടുതൽ പേർക്ക് അതെന്താന്ന് പിടികിട്ടിയിട്ടില്ല. അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, മനസ്സിലാവാത്തത് കൊണ്ട്. കട്ടൻ കാപ്പിയാണേ, നാളെ ഫേസ്ബുക്കിൽ വേറൊന്നും വരരുത്. അപ്പോ ഓക്കെ. അപ്പോ ഈ എന്താണ് ദണ്ഡവിമോചനം എന്ന് ചോദിച്ചാൽ, ഒരു പാപത്തിന്, നമ്മൾ ചെയ്യുന്ന എല്ലാ പാപത്തിനും, നമ്മളിങ്ങനെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ത് ധ്യാനം വന്നാലും പാപം പാപം പാപം? നിങ്ങൾക്കൊരു പ്രയാസം തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് സാധിക്കുന്നിടത്തോളം ഇത് പറയാതിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോ എന്ത് ധ്യാനം വന്നാലും പാപം 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 പാപം, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. സത്യത്തില് എന്തുകൊണ്ടാണ് അതത്രയും ആവർത്തിച്ച് പറയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം എന്താന്ന് വെച്ചാൽ, അത്രയ്ക്ക് ഭീകരമാണ് പാപം. പാപം ഉണ്ടാക്കുന്ന ദുരന്തം അത്രയ്ക്ക് വലുതാണ്. അതുകൊണ്ടാണ് എവിടെ ദൈവ ശുശ്രൂഷ നടന്നാലും പാപത്തെക്കുറിച്ച് പറയുന്നത്. അതിന്റെ കാരണം പാപം ഉണ്ടാക്കുന്ന പ്രശ്നം അത്രയ്ക്ക് വലുതാണ്. അതുകൊണ്ട് പാപത്തിന്റെ ഗൗരവം വളരെ വലുതാണ്. നിങ്ങൾ ഒരു വചനം വായിച്ചേ വേഗത്തിൽ, സങ്കീർത്തനം എടുത്തേ, 49 സങ്കീർത്തനം 7ഉം 8ഉം വാക്യങ്ങൾ വായിച്ചേ. 49 സങ്കീർത്തനം, Psalms 49 verse 7 and 8. എങ്ങനെ വായിക്കാനാ പറഞ്ഞേ? മാർത്താണ്ഡവർമ്മ രാജാവ് ഇപ്രകാരം പറയുന്നു. എങ്ങനെ വായിക്കാനാ പറഞ്ഞേ? തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ, ഒരിക്കൽ കൂടി, തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്രയായാലും. അതാണ്, അതായത് ഒരു പാപം ചെയ്ത വ്യക്തിയെ വിടുവിക്കാനുള്ള വില വളരെ വലുതാണ്. അതാണ് പാപത്തിന്റെ ഗൗരവം. ഒരു പാപത്തിൽ, ഒരു തകർച്ചയിൽ, ഒരു പാപ കെട്ടിലായിരിക്കുന്ന വ്യക്തിയെ വിടുവിക്കാൻ വളരെ പ്രയാസമാണ്. അതായത് അതിന് വില കൊടുത്ത് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ്. സങ്കീർത്തനം പറയുകയാണ്, ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. അതുകൊണ്ടാണ് യേശുവിന് കുരിശിൽ മരിക്കേണ്ടി വന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഗൗരവമാണ് പാപം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കൊച്ചു കുഞ്ഞുങ്ങൾ ക്യാൻസർ വന്ന് മരിക്കുന്നു, കൊച്ചു കുട്ടികൾ ക്യാൻസർ വന്ന് മരിക്കുന്നു. തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ ഉണ്ട്. തിരുവനന്തപുരത്ത് ധ്യാനകേന്ദ്രത്തിൽ മിക്കവാറും ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് അപ്പനമ്മമാര് കരഞ്ഞുകൊണ്ട്, ദൈവമേ, ഹൃദയം തകർന്നു പോവും. വളരെ വേദനിച്ചും ഭാരപ്പെട്ടും വരും. കൊച്ചു കുഞ്ഞുങ്ങള്, അതുങ്ങളുടെയൊക്കെ ഈ തലയൊക്കെ മുട്ടയടിച്ച് മൂക്കിലുമൊക്കെ ഓരോന്നിങ്ങനെ ഘടിപ്പിച്ച്, പാവം കുഞ്ഞുങ്ങള്. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് ഇത്ര ക്രൂരനായിരിക്കുന്നത്? അതായത് കൊച്ചു കുഞ്ഞുങ്ങള്, ഞങ്ങൾക്ക് മുതിർന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോ മാതാപിതാക്കന്മാര് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് എനിക്ക് പരിചയമുള്ള ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, അത് എനിക്കിങ്ങനെ തന്നിട്ട് ആ കൊച്ചിനെ അങ്ങ് ഫ്രീ ആക്ക്. നമ്മളങ്ങനെ മുതിർന്നവർ പ്രാർത്ഥിക്കും, സ്നേഹമുള്ളവർ പ്രാർത്ഥിക്കും, ഇല്ലേ? അത് ആ അസുഖം എനിക്കിങ്ങനെ തന്നാലും വേണ്ടില്ല, ആ കൊച്ചങ്ങ് ഫ്രീ ആവട്ടെന്ന് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ആ കുഞ്ഞിന്റെ ആ വേദന കണ്ടിട്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാല് കൊച്ചു കുഞ്ഞുങ്ങൾ സഹിക്കുന്നു. അപ്പൊ എല്ലാവരും എത്തിച്ചേരുന്ന കൺക്ലൂഷൻ എന്താണ്? ദൈവം എന്തൊരു ക്രൂരനാണ്. ദൈവത്തെ എന്തിനാ ഇതിനകത്ത് ഈ കളത്തിലോട്ട് കൊണ്ടിരുന്നേ? ദൈവത്തെ അങ്ങ് വിട്ടേര്. എന്താ അതിന്റെ കാരണം? ഈ രോഗം വന്നതിന്, അല്ലെങ്കിൽ ഈ ക്യാൻസർ വന്നതിന്റെ കാരണം മാതാപിതാക്കൾ പാപം ചെയ്താണോ? അല്ല. നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം, ജീവിക്കുന്ന ഭൂമി. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ജലദോഷം പിടിപെട്ടു. എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ മെൽബണി വന്നപ്പോ സാത്താൻ എനിക്ക് ജലദോഷം തന്നെന്ന്? ഇല്ല. എന്തിനാ വെറുതെ ദൈവത്തെ സാത്താനേക്ക് ഇങ്ങോട്ട് കൊണ്ടിരുന്നേ? കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് കാസർഗോഡ് കൺവെൻഷന് പോയി. അവിടെ കുറച്ച് ചൂടായിരുന്നു, രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റിയില്ല, അപ്പോൾ ഉറക്കം ശരിയായില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ശരിക്കും നല്ല ടയർഡായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് കുറെ ഹെക്ടിക്കായ ആക്ടിവിറ്റീസ്, ഒത്തിരി വേർത്തു, തലയിലെല്ലാം വെള്ളം ഇറങ്ങി, അങ്ങനെ ജലദോഷം പിടിച്ചു. അതിന് പിശാചിനെയും ദൈവത്തേക്ക് എന്തിനാ അതിനകത്തോട്ട് കൊണ്ടിരുന്നേ? പല പ്രശ്നങ്ങളുടെയും പിന്നിൽ ഹ്യൂമൻ റീസൺസ് ഇല്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതായത് മായം കലർന്ന ഭക്ഷണം, കഴിക്കാൻ കൊള്ളാത്ത ആഹാരം, രോഗം വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണക്രമമാണ്. ആണോ? അതെ. അപ്പൊ ഈ മാതാപിതാക്കള്, അവരുടെ മാതാപിതാക്കള് ഒക്കെ, നമ്മളൊക്കെ കഴിച്ച ഭക്ഷണം,
അത് ആരോ ലാഭമുണ്ടാക്കാൻ വേണ്ടി മായം കലർത്തിയ ഭക്ഷണം, ആരോ ലാഭമുണ്ടാക്കാൻ വേണ്ടി കീടനാശിനി അടിച്ച വെജിറ്റബിൾസ് അല്ലേ? അപ്പോ അരിച്ചരിച്ചരിച്ചരിച്ച് പുറകിലേക്ക് വരുമ്പോ എല്ലാ രോഗത്തിന്റെയും പിന്നിൽ ആരുടെയോ പാപമുണ്ട്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? നമ്മുടെ പാപമല്ല. ഇപ്പൊ എന്റെ കൊച്ചിന് ഒരു അസുഖം ഉണ്ടായാൽ എന്റെ പാപം കൊണ്ടാണെന്നല്ല, മറിച്ച് ഈ കുട്ടിക്ക് അസുഖം വരുന്നതിന് ഈ എൻവയോൺമെന്റ് കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മരങ്ങൾ വെട്ടിമുറിച്ചത് കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസിൽ ഈ കീടനാശിനി അടിച്ചത് കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഈ സാധനത്തിനകത്ത് മായം കലർത്തുന്ന പാലെന്ന് പറഞ്ഞിട്ട് കൃത്രിമ പാലുണ്ടാക്കി തരികയാണ്, അങ്ങനെയൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഭക്ഷണം കഴിച്ച ആ ഭക്ഷണക്രമം അതുവഴി നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ആരോഗ്യം കിട്ടിയില്ല, നമ്മുടെ സിസ്റ്റം അങ്ങനെ കുറച്ചൊക്കെ ഡാമേജ്ഡ് ആയിരുന്നു, അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായി, അവർക്ക് മക്കളുണ്ടായി. അപ്പൊ ഇതിനെല്ലാം പിന്നിൽ ഹ്യൂമൻ റീസൺസ് ഉണ്ട്. ആ മക്കൾക്ക് രോഗം ഉണ്ടായി. സത്യത്തിൽ ലോകത്ത് നടക്കുന്ന ഇപ്പോ നമ്മൾ ഒരു കുട്ടി അപകടത്തിൽ മരിച്ചു. എനിക്ക് പരിചയമുള്ളൊരു കുഞ്ഞ് അപകടത്തിൽ മരിച്ചു. 8 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ടിട്ട് പോയി. ആ അപകടത്തിൽ ആ കുട്ടി മരിച്ചപ്പോ നമ്മൾ ഉടനെ ദൈവത്തെ ഇതിനകത്തോട് കൊണ്ടുവരികയാണ്. ദൈവമേ, നിനക്ക് കണ്ണി ചോരയില്ലേ? കൊച്ചുകുട്ടി മരിച്ചു കിടക്കുന്നു. ദൈവത്തെ എന്തിനാ അതിനകത്തോട് കൊണ്ടിരുന്നേ? മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ഒരു ചേട്ടൻ മദ്യലഹരിയിൽ വണ്ടി ഓടിച്ച് ഒരാളെ ഇടിച്ച് താഴെ ഇട്ടു. അപ്പൊ ഈ അപകടത്തിന്റെ പിന്നിൽ ദൈവമല്ല, ഒരു മനുഷ്യനാണ്. ഡു യു സീ? ഈ ചെയിൻ ഓഫ് ഈവൻസ് ഉണ്ട് എല്ലാ ദുരന്തങ്ങളുടെ പിന്നിലും. എനിക്ക് വളരെ വേദനയോടുകൂടി പ്രാർത്ഥന യാചിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു അമ്മ ഒത്തിരി വേദനയോടുകൂടി ഒരു കത്തയച്ചു. ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ആ അമ്മയുടെ ഭർത്താവ്, ഈ സഹോദരിയുടെ ഭർത്താവ് വണ്ടി ഓടിച്ചിരുന്ന ആ വണ്ടി ഒരു ട്രക്കുമായിട്ട് കൂട്ടിയിടിച്ച് 8 പേര് മരിച്ചുപോയി. ഈ ചേട്ടൻ ഉൾപ്പെടെ 8 പേര് മരിച്ചുപോയി. അപ്പൊ ഞാൻ ഇംഗ്ലണ്ടിന് വേറൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വിവരം അറിഞ്ഞിട്ട് അച്ഛനും കൂടി ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നു, ആ വീട്ടിൽ ചെന്നു. അന്നവർക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയൊന്നുമല്ല. ഒരു ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഈ അമ്മ എനിക്കൊരു കത്തയച്ചു. അന്ന് അച്ഛൻ എന്റെ വീട്ടിൽ വന്നിരുന്നു. എനിക്ക് അച്ഛനോടൊന്നും മിണ്ടാൻ പോലും പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അച്ഛാ, അന്ന് വന്നതിന് ഒത്തിരി നന്ദിയുണ്ട്, ഇപ്പോഴും എനിക്ക് പ്രയാസമുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു. എന്നാലും ചോദിക്കേ, ആ അപകടം സംഭവിച്ച എങ്ങനെയെന്നറിയാമോ? ആ അപകടം സംഭവിച്ചത് ഒരു മനുഷ്യൻ, വേറെ ഏതോ ഒരു രാജ്യക്കാരൻ, അയാള് വലിയൊരു ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവറാണ്, വലിയൊരു ട്രക്ക്. അപ്പൊ അയാളുടെ ഭാര്യയായിട്ട് വഴക്കിട്ടിട്ട് ഭാര്യയായിട്ട് ഭയങ്കര ആർഗ്യുമെന്റ്, ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിച്ച് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര ആർഗ്യുമെന്റ് നടക്കാണ്. അങ്ങനെ ഇവളോടുള്ള കലി, അങ്ങനെ ഇവളെ തല്ലിക്കൊല്ലാൻ ദേഷ്യം വന്നപ്പോ അയാൾ എന്തെന്നറിയാമോ? അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അയാള് റോഡിന്റെ നടുക്ക് ട്രക്ക് നിർത്തിയിട്ടു. റോഡിന്റെ നടുക്ക് നിർത്തിയിട്ടിട്ട് അയാള് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട്, ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അയാൾ ഈ ഭാര്യയെ ഇങ്ങനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മലയാളി ചേട്ടൻ ഓടിക്കുന്ന വണ്ടി വന്ന് മിന്നായും ഒറ്റ ഇട്ടിരിക്കുന്നത്. റോഡിന്റെ നടുക്ക് അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത വണ്ടിയൊന്നും ഇടിക്കില്ലേ? അപ്പൊ ഈ 8 പേരുടെ മരണത്തിനിടയാക്കിയത് ദൈവമാണോ? അല്ല, ദൈവമൊന്നുമല്ല. ഇങ്ങനെ നിങ്ങൾ അരിച്ചരിച്ചരിച്ചരിച്ച് പുറകിലേക്ക് വന്നാൽ എല്ലാ ഹ്യൂമൻ സഫറിങ്ങിന്റെ പിന്നിലും ആരുടെയോ പാപമുണ്ട്. അപ്പൊ ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് പുറകിലേക്ക് വരുമ്പോൾ ആരുടെയോ പാപമുണ്ട്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? അപ്പോ പാപം ഭയങ്കര ഭീകരമാണ്. ഈ പാപമാണ് എല്ലാ ദുരന്തത്തിന്റെയും കാരണം. അപ്പൊ അതുകൊണ്ട് ഈ പാപം എന്ന് ധ്യാനഗുരുക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാപമാണ്. കാരണം നമ്മൾ ഒരാൾ പാപം ഉപേക്ഷിച്ചാൽ ഭൂമി അത്രയും ശരിയാവും. ഒരാൾ തിന്മ ഉപേക്ഷിച്ചാൽ ഈ ഭൂമി അത്രയും ബ്യൂട്ടിഫുൾ ആവും, അല്ലേ? ഇപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ പാപം ചെയ്യുന്നില്ല. എന്നാലും ചോദിക്കേ, ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഈ ഭൂമിയിൽ അത്രയും മനോഹാരിത ഉണ്ടായി. എന്നാൽ ഞാനിവിടെ പാപം ചെയ്യാൻ തുടങ്ങിയാലോ, വേറെ ആളുടെ പാപം ചെയ്യാൻ തുടങ്ങിയാലോ, ഈ ഭൂമി അത്രയും പ്രശ്നമാവും. നോക്കിയേ, എല്ലാ കോളിളക്കങ്ങളുടെയും പിന്നിൽ ആരുടെയോ ഇൻഡിവിജ്വൽ സിന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആരുടെയോ വ്യക്തിപരമായ പാപമുണ്ട്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നു എന്നല്ല, ഇതൊരു നെറ്റ്വർക്ക് അല്ലേ? ആരുടെയൊക്കെയോ പാപം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, പാപത്തിന് 2 തരത്തിലാണ് ശിക്ഷ. ഒന്നാമത്തെ ശിക്ഷ, പാപത്തിന്റെ ഒന്നാമത്തെ ശിക്ഷ നിത്യശിക്ഷ. അതാണ് ഏറ്റവും ഭീകരം. ഇറ്റേണൽ പണിഷ്മെന്റ്. സിൻ ഹാസ് ആൻ ഇറ്റേണൽ പണിഷ്മെന്റ്.
എന്താണ്? പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റില്ല, ദൈവത്തിലെത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കുമ്പസാരിക്കുന്ന സമയത്ത് ഈ ഇറ്റേണൽ പണിഷ്മെന്റ് മാറിപ്പോവാണ്. എന്നാൽ എന്നാൽ പാപത്തിന് നിത്യശിക്ഷ മാത്രമല്ല, സിൻ ഹാസ് ഗോട്ട് എ ടെമ്പോറൽ പണിഷ്മെന്റ്. കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പോറൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ, കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇതിന് കോൺസിക്വൻസസ് ഉണ്ട്. എല്ലാ തെറ്റിനും ഉണ്ട് ടെമ്പോറൽ കോൺസിക്വൻസസ്. എന്താണ് ടെമ്പറൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഈ ഓസ്ട്രേലിയയിൽ പാമ്പുണ്ടോ? മറ്റേ പാമ്പല്ല, അതല്ല, ശരിക്കും പാമ്പുണ്ടോ? അയർലൻഡിലാണ് പാമ്പില്ലാത്തല്ലേ? ന്യൂസിലാൻഡിലില്ലേ? ബ്രദറിന് ഇതെല്ലാം അറിയാല്ലേ? അപ്പൊ ഇവിടെ പാമ്പുണ്ട്. നമ്മുടെ നാട്ടിലെ പാമ്പൊക്കെ ഉണ്ടോ? മൂർഖൻ അതൊന്നും ഇല്ലായിരിക്കും അല്ലേ? നല്ല വിഷമുള്ളതുണ്ട്. കേരളത്തിൽ നിന്ന് വന്നതായിരിക്കും. നല്ല വിഷമുള്ള പാമ്പ്. അപ്പൊ ഇവിടെ ഈ രാജവെമ്പാല എന്ന് കേട്ടിട്ടുണ്ടോ? കിങ് കോബ്ര കേട്ടിട്ടുണ്ടോ? അതിവിടെ ഉണ്ടെന്ന് വെച്ചു. അതിവിടെ ഉണ്ട്. അത് അവിടെ ആ സ്പീക്കറാണ് തോന്നുന്നു. അവിടെ നീല കവറിട്ട് പൊതിഞ്ഞൊരു സാധനം ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ, കണ്ടോ? ആ ചേട്ടനല്ല പാമ്പ്. ആ ചേട്ടൻ ചേച്ചി നിൽക്കുന്നതിന്റെ അവിടെ ഒരു നീല കവറിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കണ്ടോ? അതിനിടയ്ക്ക് എന്തുണ്ട്? കിങ് കോബ്ര ഉണ്ട്. അപ്പൊ ഇങ്ങനെ കിങ് കോബ്ര എന്ത് ചെയ്യുന്നു? നിങ്ങളിങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ചോറും സാമ്പാറും ഉണ്ട് കേട്ടോ. പറയാൻ മറന്നുപോയി, അതുകൊണ്ട് ആള് കുറവാന്ന്. അപ്പൊ ഇങ്ങനെ ഇന്ന് നിങ്ങൾ ചോറും സാമ്പാറും അടിച്ച് ആകെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് ഡാനിലച്ചൻ കയറി നിങ്ങൾ പതിവ് പോലെ ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് ആരാണ്? ആര് വേണേലും കൊത്താൻ റെഡിയായിട്ട് കിങ് കോബ്ര അവിടെ നിന്ന് ഇങ്ങനെ എഴഞ്ഞു വരികയാണ്. എഴഞ്ഞു വന്ന് അവിടെ ഇരിക്കുന്ന ആ ചേച്ചി ഹാൻഡ് ബാഗ് എടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ കണ്ണാടി നോക്കി. ഡാനിലച്ചന്റെ ധ്യാനം പോരടിക്കുമ്പോ ചേച്ചി ഇങ്ങനെ കണ്ണാടി ഇങ്ങനെ നോക്കുന്ന പതിവുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഹാൻഡ് ബാഗ് എടുക്കാൻ വേണ്ടി അങ്ങനെ അങ്ങോട്ട് കുനിഞ്ഞപ്പോഴാണ് അപ്പൊ ആ ചേച്ചി ഒരു ഒറ്റ നിലവിളി. എനിക്ക് ശബ്ദമില്ല, അതുകൊണ്ട് ഞാൻ നിലവിളിക്കത്തില്ല. ഭയങ്കര ഒരു നിലവിളി, സ്ക്രീമിങ്. അപ്പൊ ഇത് കേട്ടിട്ട് അടുത്തിരുന്ന ചേച്ചി ഇങ്ങനെ ഉറങ്ങി പറഞ്ഞിട്ട് പേടിച്ചങ്ങ് എഴുന്നേറ്റ് ചാടി എഴുന്നിട്ടിട്ട് എന്താന്ന് ചോദിച്ചാ പറഞ്ഞു പാമ്പാന്ന് പറഞ്ഞു. പാമ്പാണെന്ന് പറഞ്ഞ പാതി കേട്ട പാതി കേൾക്കാത്ത പാതി ഇവിടെ ഒരു ബഹളം. ദൈവമേ കർത്താവേ, യുദ്ധം വന്നാലും ഭൂകമ്പം വന്നാലും സുനാമി വന്നാലും ഞങ്ങൾ നിന്നെ വിട്ടു പോവില്ല എന്ന് പറഞ്ഞ ടീമുകളൊക്കെ റോഡിൽ നിൽക്കുകയാണ്. പണ്ട് കേരളത്തിലൊരിക്കൽ ഒരു സൺഡേ ഞായറാഴ്ച കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂകമ്പം ഉണ്ടായി, ഭൂമി കുലുക്കം. അപ്പൊ അച്ഛനിങ്ങനെ, മലങ്കര പള്ളിയാണ്, അച്ഛനിങ്ങനെ തിരിഞ്ഞ് നിങ്ങൾക്കെല്ലാവർക്കും ആരെ കാണാനില്ല, എല്ലാവരും എഴുന്നിട്ട് ഓടിക്കണം. ആരുമില്ല, കപ്പേരൊക്കെ തൂക്കറ്റേക്ക് ഇട്ടിട്ട് ഓടിക്കണം. വേറൊരു പള്ളിയില് ലാറ്റിൻ പള്ളിയായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ കൈകൂപ്പി ഈ ഇതുണ്ടല്ലോ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാവം നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അപ്പോ ആളുകൾ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോ അച്ഛനെ കാണാനില്ല. ഭൂമി ഉലുക്കാരുത്, അച്ഛൻ ഓടിക്കണം. അപ്പൊ ഇങ്ങനെ രാജവെമ്പാല വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെല്ലാം കൂടെ എല്ലാവരും ഓടിയ വഴിക്ക് ഈ കസേരയെല്ലാം കൂടെ അടിച്ചൊടിച്ച് ബൈബിളെല്ലാം ചെതറി മൈക്കെല്ലാം അടിച്ച് നശിപ്പിച്ച് ഓടുമല്ലേ, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാ എക്സിറ്റ് വഴി ഓടി, ഇതിലെല്ലാം ഓടി. അപ്പോഴാണ് ഒരു ധീര വീര നായകൻ, ഒരു ചേട്ടൻ
ഇന്ന് നല്ല വെള്ളയൊക്കെ ഇട്ട് വന്നാണ്, മുണ്ടൊക്കെ കൊടുത്ത് വന്ന ചേട്ടൻ ചോദിച്ചു, എന്താ ഇവിടെ ഒരു ബഹളം? അപ്പൊ പറഞ്ഞു, ഇവിടെ രാജവെമ്പാല. എവിടെ രാജവെമ്പാല? ഒരു രാജവെമ്പാലെ കൊന്നിട്ട് ഒരുപാട് കാലായി എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വളരെ ധൈര്യമായിട്ട് ഒരു വഴിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് രാജവെമ്പാല ഇവിടെ കയറി കളിക്കുന്ന ചോദിച്ചിട്ട് 2 അടിയടിച്ച് രാജവെമ്പാലെ കൊന്ന് അതിനെ ഇങ്ങനെ വടിയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് വാവാ സുരേഷ് ഇൻ ഓസ്ട്രേലിയ അതേ ഇങ്ങനെ നിൽക്കുകയാണ്. ഓസ്ട്രേലിയയിലെ വാവാ സുരേഷ് ഇങ്ങനെ പാമ്പിനെയൊക്കെ കൊന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ പാമ്പിനെ എടുത്ത് കൊണ്ടുവന്നു, അതിനെ കുഴിച്ചിട്ടിട്ട് പാമ്പ് ചത്തു. നിങ്ങളെല്ലാം തിരിച്ചകത്ത് കയറി. പാമ്പ് ചത്തു. ഓക്കെ, രാജവെമ്പാലയെ കൊന്നു. ഓൾറൈറ്റ്, ഇതിന്റെ പേരാണ് കൺഫഷൻ. ഇറ്റേണൽ പണിഷ്മെന്റ് എന്ന രാജവെമ്പാല ചത്തു. ക്ലിയർ? ഇറ്റേണൽ പണിഷ്മെന്റ് എന്ന രാജവെമ്പാല ചത്തു, ബറി ചെയ്തു. പക്ഷെ ഈ ഓഡിറ്റോറിയത്തിന്റെ അവസ്ഥ എന്താ? പക്ഷെ ഈ രാജവെമ്പാല കയറിയ ഓഡിറ്റോറിയത്തിന്റെ അവസ്ഥ എന്താ? സോ someone should take an initiative to rearrange everything. മനസ്സിലാവുന്നുണ്ടോ? ഒടിഞ്ഞ കസേരകളെല്ലാം എടുത്ത് മാറ്റണം, എല്ലാം തൂത്തുവാരണം, ബൈബിൾ എല്ലാം എടുത്ത് തിരിച്ചു വെക്കണം, നോട്ട്ബുക്ക് എല്ലാം എടുത്ത് റീഅറേഞ്ച് ചെയ്യണം. പഴയ അവസ്ഥയിലാക്കണമെങ്കിൽ ഒരു റീഅറേഞ്ച്മെന്റ് ആവശ്യമുണ്ട്. ഒരു ഡിസോർഡർ ഉണ്ടായി കിടക്കുകയാണ്. എന്താണ് കാരണം ഡിസോർഡർ വന്നതിന്റെ? രാജവെമ്പാല കയറിയതാണ്. രാജവെമ്പാല എന്തേ? രാജവെമ്പാലെ കൊന്നു, പക്ഷെ ഈ ഡിസോർഡർ അവശേഷിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ പേരാണ് ടെമ്പോറൽ പണിഷ്മെന്റ്. കിട്ടിയോ? ഒന്ന് കൈയിടിച്ച് കിട്ടി എല്ലാവരും കിട്ടി. അതായത് ഇറ്റേണൽ പണിഷ്മെന്റ് ഇല്ലാതായി ടെമ്പറൽ പണിഷ്മെന്റ് കിടക്കും. അതായത് ചെറിയ ചെറിയ ഡിസോർഡറുകൾ ജീവിതത്തിൽ എല്ലാ പാപവും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഈ ഡിസോർഡറുകൾ നമ്മുടെ അധ്വാനം കൊണ്ട് പരിഹരിക്കപ്പെടണം. ഓക്കെ, ഈ ഡിസോർഡർ അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതായി പോവും. എല്ലാം കർത്താവ് പരിഹരിച്ചാൽ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതായി പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ഡിസോർഡർ പരിഹരിക്കാൻ, പാപം ഉണ്ടാക്കിയ ഡിസോർഡർ പരിഹരിക്കാൻ സഭ നമുക്ക് പറഞ്ഞു തരുന്ന രീതികൾ എന്തൊക്കെയാണ്? 1, പരിത്യാഗം, പ്രായശ്ചിത്തം, പരിഹാര പ്രാർത്ഥനകൾ, ദാനധർമ്മം, പ്രാർത്ഥന. ഇതൊക്കെയാണ് എന്തൊക്കെയാണ്? പ്രായശ്ചിത്ത ജീവിതം, പരിഹാരം, പരിത്യാഗം, പിന്നെ ദാനധർമ്മം, പ്രാർത്ഥന, ഇങ്ങനെയൊക്കെയുള്ള രീതികള് ഈ കാലിക ശിക്ഷകൾ, ഈ ടെമ്പറൽ പണിഷ്മെന്റ് ഇല്ലാതാവാൻ നമ്മളെ സഹായിക്കും. ശ്രദ്ധിക്കുക, അങ്ങനെ നമ്മുടെ പരിത്യാഗ ജീവിതത്തിലൂടെ ത്യാഗം ചെയ്ത്, കുറച്ച് വേദനയൊക്കെ സഹിച്ച്, കുറച്ച് മുട്ടയിലൊക്കെ നിന്ന്, കുറച്ച് ഉപവാസമൊക്കെ എടുത്ത്, കുറച്ച് ദാനധർമ്മമൊക്കെ ചെയ്ത്, പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ച് നമ്മളിങ്ങനെ കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോ തിരുസഭ, ശ്രദ്ധിക്കുക, ദണ്ഡവിമോചനം, തിരുസഭയിൽ ഇഷ്ടം പോലെ പുണ്യം കിടപ്പുണ്ട്. ഉണ്ടോ? സഭയെന്ന് പറയുന്ന ഒരു ട്രഷറിയാണ്. ട്രഷറി. സഭയിൽ ഈ ആളുകൾ ചെയ്യുന്ന തെറ്റ് മാത്രമല്ല, സഭയിൽ ഭയങ്കര ടൺ കണക്കിന് ഫണ്ട് എന്ന് പറയുന്ന പോലെ ടൺ കണക്കിന് നിക്ഷേപം സഭയെ കിടക്കുകയാണ്. ഏത് നിക്ഷേപം? കർത്താവ് ഈശോ മിശിഹായുടെ കുരിശുമരണത്തിന്റെ അനന്തമായ വാല്യൂ, ഇൻഫിനിറ്റ് വാല്യൂ ഓഫ് ദ ക്രൂസിഫിക്ഷൻ ആൻഡ് ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻഫിനിറ്റ് വാല്യൂ അതിങ്ങനെ സഭയിൽ കിടപ്പുണ്ട്. സഭയുടെ ട്രഷറിയിൽ അത് കിടപ്പുണ്ട്. പരിശുദ്ധ അമ്മയുടെ കറകളഞ്ഞ ജീവിതത്തിന്റെ പുണ്യം, വിശുദ്ധരുടെ പുണ്യ ജീവിതത്തിന്റെ, അതുപോലെ ലോകത്തെമ്പാടും ഒരു ദിവസം ഏതാണ്ട് 4.5 ലക്ഷം കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ വിലയില്ലേ? എന്തോരം ജപമാല പ്രാർത്ഥനകൾ, എന്തോരം കുരിശിന്റെ വഴി, എത്ര അച്ഛന്മാർ, എത്ര സിസ്റ്റേഴ്സ് കറകളഞ്ഞ വിശുദ്ധ ജീവിതം നയിച്ച് ഒരു ആയുസ് മുഴുവൻ കർത്താവിന് കൊടുത്ത് ജീവിച്ച ആ ജീവിതത്തിന്റെ ആ ഫണ്ട് സഭയുടെ ട്രഷറി കിടക്കുകയാണ്. പത്രോസ് ലീഗായിക്ക് കർത്താവ് ഒരു അധികാരം കൊടുത്തു. എന്താണ് അധികാരം? നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. ആർക്കാ ഇത് കൊടുത്തത്? പീറ്ററിനാണ് കൊടുത്തത്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോ സഭയുടെ മുഴുവൻ പുണ്യ നിക്ഷേപത്തിന്റെയും ട്രഷററായ മാർപ്പാപ്പ പറയുകയാണ്, മക്കളെ, ഇത് കരുണയുടെ വർഷമാണ്, ഇത് കുറച്ചെടുത്ത് തരാൻ പോവാണ്. ഇങ്ങനെ സഭ പരിഹാരം, പ്രായശ്ചിത്തം, ദാനധർമ്മം, പ്രാർത്ഥനയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന വിശ്വാസികൾക്ക് ഒരു ഇടക്കാല ആശ്വാസം പോലെ ഇടയ്ക്കിടയ്ക്ക് സഭയുടെ നിക്ഷേപത്തിൽ നിന്ന്
കൃപ എടുത്ത് തരുന്ന പരിപാടിയുടെ പേരാണ് ദണ്ഡവിമോചനം. പിടികിട്ടിയോ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? എന്നൊന്ന് കൈയടിച്ചേ. എല്ലാവർക്കും മനസ്സിലായി? അതായത് എനിക്ക് ഈ കാത്തലിക് ചർച്ചിന്റെ ടീച്ചിങ്ങിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു ടീച്ചിങ് ആണ് ദണ്ഡവിമോചനം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ അത് കറക്റ്റാണ്, കറക്റ്റ് ടീച്ചിങ് ആണത്. കാരണം സഭയെ കിടക്കുന്ന മുഴുവൻ പുണ്യത്തിനും എനിക്ക് അവകാശമുണ്ട്. അത് എനിക്ക് എടുത്ത് തരികയാണ് ആര്? മാർപ്പാപ്പ. ശ്ലൈഹിക അധികാരത്തിൽ തിരുസഭയുടെ തലവൻ സഭ നമുക്കെടുത്ത് തരികയാണ്. അപ്പോൾ സഭ ദണ്ഡവിമോചനത്തിന് പല വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. പല വഴികളുണ്ട്. ഞാൻ ചില വഴികൾ പറഞ്ഞു തരാം. ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ ഉള്ള എല്ലാവരും കണ്ണടച്ചേ. ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ആളുകളൊന്ന് മാത്രം ഒന്ന് കൈവെക്കേ. കൈയുയർത്തിക്കോ. എല്ലാവരും കൈയുയർത്തരുത്. അതായത് ഈ എന്തെങ്കിലും ചെറിയ ടൈപ്പ് ഇൻഫെക്ഷൻ, ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ഒന്ന് കൈയുയർത്തിക്കുക. നന്നായിട്ടൊന്ന് കൈയുയർത്തിക്കുക. ഈശോ മിശിഹ നിങ്ങൾക്ക് സൗഖ്യം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോളുക. കർത്താവ് ഈശോ മിശിഹയുടെ നാമത്തിൽ നിങ്ങളുടെ രോഗം വിട്ടുമാറുകയാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോളുക. ആമേൻ. കൈയാത്തിട്ടോളുക. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചോളുക. അതായത് ഈ പറയുന്ന സഭയുടെ നിക്ഷേപത്തിൽ നിന്ന് സഭ എടുത്ത് ആളുകൾക്ക് തരികയാണ്. അപ്പൊ അതിന് സഭ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പല വഴികളുണ്ട്. ഒരു വഴി എന്തെന്നറിയാമോ? 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനം വായിച്ചാൽ പാർഷ്യൽ ഇൻഡൽജൻസ്, ഭാഗിക ദണ്ഡവിമോചനം, അതായത് ഒരു ദണ്ഡവിമോചനം കിട്ടും. എന്താ 51-ാം സങ്കീർത്തനം? അത് ശ്രദ്ധിച്ച് വായിക്കണം. അത് അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. ഇപ്പൊ അത് വേഗത്തിൽ ഒന്ന് വായിച്ചാലോ? ഒരു ഇന്റലിജൻസ് കിട്ടുന്നതല്ലേ, വേഗത്തെ അങ്ങ് വായിച്ചു. അങ്ങനെയൊന്നും ഉഴപ്പരുത്. മതി. സമാധാനമായി. നിങ്ങളൊന്ന് എഴുന്നേറ്റ് വൃത്തിയായിട്ട് വായിക്കണം. വൃത്തിയായിട്ട് ഉറക്കെ വായിക്കണം. ഞാൻ പറഞ്ഞു തരുന്ന പോലെ വായിക്കണം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തുകളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്നെന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും
ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളുകൾ അർപ്പിക്കപ്പെടും. ഒരു ദണ്ഡവിമോചനം കിട്ടി. ഇരുന്നോ. അതായത് കർത്താവ് തിരുസഭയിലൂടെ നമുക്ക് തരുന്ന, തിരുസഭയുടെ നിക്ഷേപത്തിലൂടെ നമുക്ക് തരുന്ന ശക്തമായ ഒരു വിമോചനമാണ് ഈ ദണ്ഡവിമോചനം. എന്തിനാ ഇത്രയും ഞാൻ പറഞ്ഞെന്നറിയാമോ? ദണ്ഡവിമോചനത്തിന്റെ മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന കുമ്പസാരിച്ച് എല്ലാ ദണ്ഡവിമോചനത്തിന്റെയും പശ്ചാത്തലത്തിൽ കുമ്പസാരം ഉണ്ടാവണം കേട്ടോ. അപ്പൊ കുമ്പസാരിക്കാൻ തീരുമാനം എടുത്താൽ മതി. ഇപ്പൊ കുമ്പസാരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നല്ല കുമ്പസാരം നടത്താൻ ഒരു ഡിസിഷൻ എടുത്തിട്ട് ദണ്ഡവിമോചനം സ്വീകരിച്ചുകൊള്ളുക. പരിശുദ്ധ കുർബാനയിൽ ദണ്ഡവിമോചനമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനയാണ് അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിച്ചാൽ ദണ്ഡവിമോചനമുണ്ട്. അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ആ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലിരുന്നാൽ ദണ്ഡവിമോചനമുണ്ട്. 3 ദിവസത്തെ ഒരു റിട്രീറ്റിൽ സംബന്ധിച്ചിട്ട് കുരിശിന്റെ ആശീർവാദം സ്വീകരിച്ചാൽ ദണ്ഡവിമോചനമുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അനേകം വഴികൾ സഭ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരുന്നാൽ എന്തുണ്ട്? ദണ്ഡവിമോചനമുണ്ട്. ഇപ്പൊ ഇന്ന് 10, 11, 12, 1, 2, 3, 4, 5, 7 മണിക്കൂർ 14 ദണ്ഡവിമോചനം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ന് ഒത്തിരി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് പ്രചോദനം തന്നിരിക്കുന്നത്. അപ്പൊ അതിന് ചേർന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനും പ്രാർത്ഥിപ്പിക്കാനും ഒക്കെ പോകുന്നത്. അപ്പൊ ഇതെല്ലാം പൂർണ്ണ മനസ്സോടെ ചെയ്യണം. ഇനി വേഗം ഒന്ന് എഴുന്നേറ്റ് ബൈബിളെല്ലാം താഴെ വെച്ചിട്ട് ശക്തമായിട്ട് കർത്താവിന്റെ ആ കൃപ നമ്മളിൽ നിറയാൻ ഞാൻ ഈ പ്രഭാതത്തിൽ ചില ആരാധനാ രീതികൾ, ആരാധനയുടെ ശരീരഭാഷകൾ വേഗത്തിൽ പറയാൻ പോവാണ്. അതിനു മുമ്പായിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഈ നമ്മുടെ ശരീരം മുഴുവൻ ആരാധിക്കാനായിട്ട് ഉപയോഗിക്കണം. നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ ശരീരം കൊണ്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരമാവുകയാണ്. ശരീരം കൊണ്ട് ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെറ്റ് ശരീരം കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു നോട്ടം കൊണ്ട് പോലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരീരം കൊണ്ട് വന്ന എല്ലാ തെറ്റിനും മോചനം കിട്ടുന്നു എന്ന വിശ്വാസത്തോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഈ എനിക്കറിയില്ല നിങ്ങൾക്ക് ഇന്ത്യയോട് സ്നേഹമുണ്ടോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മത്സരം നടക്കാന്ന് വെച്ചോ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലാസ്റ്റ് ഓവർ ലാസ്റ്റ് ബോൾ 6 റൺസ് വേണം. ലാസ്റ്റ് ഓവർ ലാസ്റ്റ് ബോൾ, അവസാനത്തെ ബാറ്റ്സ്മാൻ നിൽക്കുന്നു, ഒരു ഒറ്റ ബോളേ ഉള്ളൂ, 6 റൺസ് വേണം. അപ്പൊ ഇന്ത്യക്കാർ മുഴുവൻ പ്രാർത്ഥിക്കാത്തവന് നിരീശ്വരവാദികളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ദൈവമേ ഇത് 6 ആയാൽ മാത്രമേ ഇപ്പൊ ജയിക്കൂ. അങ്ങനെ ഇന്ത്യ മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അവസാനത്തെ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്ന അവസാനത്തെ ആള് ഒരൊറ്റ അടി, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ 6. അത് കണ്ടു നിൽക്കുന്ന ഇന്ത്യക്കാരൻ എങ്ങനെ കൈയടിക്കും? ഒന്ന് കൈയടിച്ചേ. ഇങ്ങനാണോ? ഇത്രേ ഉള്ളോ? ഇത്രയല്ല, എന്നാലും പറ്റുന്ന ഒരു രീതിയിൽ. എന്നാലും ഒന്നുകൂടെ ഇന്ത്യക്കാരൻ, അതായത് ഇപ്പൊ ഞാൻ ഒരിക്കലും ഫുട്ബോൾ ക്രിക്കറ്റ് ഒന്നും ഞാൻ കാണത്തില്ല. കാരണം എനിക്ക് അവസാന സമയത്ത് ടെൻഷൻ സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കാണാനേ പോകത്തില്ല. അത് കാരണം ചങ്ക് പൊട്ടി ചത്തു പോകും, അത്രയ്ക്ക് ടെൻഷനായി പോകും അല്ലേ? ചിലിയും പെറുവും തമ്മിൽ ഫുട്ബോൾ മാച്ച് നടക്കാണ്. ആരൊക്കെ തമ്മിൽ? ചിലിയും പെറുവും. ചിലി നിങ്ങൾക്കാരിലുണ്ടോ? പെറുവിലോ? ആരുമില്ല. നമ്മുടെ അമ്മായിയുടെ മോനൊന്നും ചിലിയിലും പെറുവിലൊന്നും ഇല്ലല്ലോ. പക്ഷെ കളി തുടങ്ങി 10-ാം മിനിറ്റിൽ നമ്മൾ ഒന്നീ ചിലിയുടെ ഭാഗമോ അല്ലെ പെറുവിന്റെ ഭാഗവും അല്ലേ? അതല്ലേ പാവം നമ്മള്. പിന്നെ ടെൻഷനാണ് അല്ലേ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോകും. ചിലിയിൽ അവന്റെ അമ്മാവന്റെ മോനൊന്നും ഇല്ല, പെറുവിൽ എനിക്ക് പരിചയമുള്ള ആരും ഇല്ല. പക്ഷെ നമ്മൾ ഒരു 10 മിനിറ്റ് കളി കണ്ട 10-ാം മിനിറ്റിൽ ഒന്നീ ചിലിയുടെ ഭാഗം അല്ലെങ്കിൽ ചെറിയുടെ പെറുവിന്റെ ഭാഗമാവും. അപ്പൊ അതുകൊണ്ട് നമുക്കിത് പറ്റില്ല, കളിയൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യ അവസാനത്തെ ഓവറിൽ അവസാനത്തെ ബോളിൽ 6 അടിച്ചാൽ എങ്ങനെ കൈയടിക്കും? ഒന്ന് കൈയടിച്ചേ. ഓ ഭയങ്കര ശ്രദ്ധിക്കേ. ഇങ്ങനെ ഇന്ത്യക്കാര് കൈയടിച്ചോണ്ടിരിക്കുമ്പോ ഒരുത്തൻ കൈയും കെട്ടി നിന്നാൽ അവൻ ഏത് രാജ്യക്കാരനായിരിക്കും? അവൻ ഉറപ്പായിട്ടും അമ്മച്ചയാണ്, അവൻ പാകിസ്ഥാൻകാരനാണ്. മനസ്സിലായോ? അതായത് കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോ നമ്മളത് 100% മനസ്സോടെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ പക്ഷത്തല്ല. സിമ്പിളാണത്. അതിനകത്ത് ഒത്തിരി ലോജിക്കൊന്നും ആവശ്യമില്ല.
അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് 100% ആയിരിക്കണം കമ്മിറ്റ്മെന്റ്. ഈ ദൈവം നമുക്ക് മനസ്സ് നിറഞ്ഞ് തരണമെങ്കിൽ നമ്മൾ ദൈവത്തിന് മനസ്സ് നിറഞ്ഞ് കൊടുക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു ഹാഫ് മൈൻഡോടെ നിൽക്കുന്ന, ഞാൻ എൻ്റെ 14 കൊല്ലത്തെ അനുഭവം പറയട്ടെ. ഒരു ഹാഫ് മൈൻഡോടെ എവിടെ വന്ന് നിന്നാലും, സ്വർഗത്തിൽ നിന്നാലും ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടില്ല. ദിസ് ഈസ് മൈ കൺവിക്ഷൻ ആൻഡ് ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് ആൻഡ് ടേക്ക് ഇറ്റ് ഫ്രം മീ, ബിലീവ് മീ, ദിസ് ഈസ് മൈ കൺവിക്ഷൻ. ഹാഫ് മൈൻഡോടെ നിൽക്കുന്ന ആരും തന്നെ അവർ ബ്ലസ് ചെയ്യപ്പെടില്ല. മനസ്സിലായോ? അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ 100% ചെയ്യണം, അല്ലെ പിന്നെ ചെയ്യരുത്. മനസ്സിലായോ? ഒരു കാര്യത്തിൽ കൺവിക്ഷൻ ഇല്ലെങ്കിൽ അത് ചെയ്യാത്തവരോട് കർത്താവിന് വെറുപ്പ് പിണക്കമൊന്നുമില്ല. ഹാഫ് മൈൻഡിൽ ഒന്നും ചെയ്യരുത്. അത് കൈ അടിക്കുകയാണെങ്കിൽ അത് നല്ല ഉഗ്ര കൈയടി. ഞാൻ വരികയാണ്, അച്ഛനാണെങ്കിൽ നല്ല ഊക്കൻ അച്ഛനായിരിക്കണം, അപ്പനാണെങ്കിൽ നല്ല ഒന്നാം തരം അപ്പനായിരിക്കണം. അല്ലാതെ ഇങ്ങനെ വളവളാന്ന് ഇരിക്കരുത്. മനസ്സിലായോ? അപ്പൊ ഒരു നല്ല കൈയടി ഈശോയ്ക്ക്, ഈശോ മിശിഹായ്ക്ക് ഒരു നല്ല കൈയടി. വണ്ടർഫുൾ, മതി. അപ്പൊ അങ്ങനെ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് 100% കമ്മിറ്റ്മെന്റിൽ എല്ലാം ചെയ്യണം, എല്ലാം നല്ലതായിട്ട് ചെയ്യണം. വെറുതെ ഒരു ഹാഫ് മൈൻഡിൽ ഒന്നും ചെയ്യരുത്. അപ്പൊ ഒന്ന് കണ്ണടച്ചേ, എന്നിട്ട് കരങ്ങൾ ഉയർത്തി ഒരു 3 പ്രാവശ്യം ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ 3 പ്രാവശ്യം. ഇനി കൈ ഉയർത്തി ശക്തമായിട്ടൊന്ന് കൈയടിച്ചേ, അതിശക്തമായിട്ടൊന്ന് കൈയടിച്ചേ. താളത്ത് കൈയടിച്ച് ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാടിക്ക്. ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വേഗത്തിലിരിക്കാം. നമ്മള് എല്ലാ വിടുതലിന്റെയും അടിസ്ഥാനം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. ഇതാണ് പ്രിൻസിപ്പിൾ. അതിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമേ വിമോചനം നടക്കൂ. എല്ലാ ഡെലിവറൻസിന്റെയും അടിസ്ഥാനം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. എല്ലാ അടിമത്തങ്ങളും വന്നത് ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോഴാണ്. അതെങ്ങനെയാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. എല്ലാ ഡെലിവറൻസിന്റെയും പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു വർഷിപ്പ് ദ ലോർഡ് ഓൾമൈറ്റി. അതുകൊണ്ട് ആരാധന എന്താണെന്ന് പഠിക്കാതെ വിമോചനം അനുഭവിക്കാൻ പറ്റില്ല. ആരാധന മനസ്സിലാക്കാതെ വിമോചനം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. See, if at all you need to experience deliverance, you need to understand what is real worship. മനസ്സിലാവുന്നോ? അതുകൊണ്ട് നമുക്ക് എന്താണ് ആരാധനയുടെ പല ഡയമെൻഷൻസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് നമുക്ക് ഈ സമയപരിധിക്കകത്ത് നിന്ന് ചില കാര്യങ്ങൾ. ഒന്നാമത്, ആരാധനയ്ക്ക് ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഇത് പ്രധാനപ്പെട്ടതാണ്. എല്ലാ ആരാധനയ്ക്കും ശരീരഭാഷയുണ്ട്, ബോഡി ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് ഒരു 7 വചനം വേഗത്തിൽ ആരാധനയുടെ ശരീരഭാഷ, 7 ബോഡി ലാംഗ്വേജ് നമ്മൾ വേഗത്തിൽ പഠിക്കാൻ പോവാണ്. ഒന്നാമത്തേത്, നമ്മൾ തല കുനിച്ച് ദൈവത്തെ ആരാധിക്കണം. എല്ലാവരും ഒന്ന് തല കുനിച്ചേ. വേഗത്തിലെടുക്കുക. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 26-ാം തിരുവചനം. ഉൽപ്പത്തി 24:26. Then the man bowed down and worshipped the Lord. മലയാളം വായിച്ചേ. ഉൽപ്പത്തി 24:26. അവൻ
തല കുനിച്ച് കർത്താവിനെ. Then the man bowed down and worshipped the Lord. Bow down. അപ്പൊ തല കുനിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇതാണ് ഒന്നാമത്തേത്. വലിയ ഗഹനമായ കാര്യങ്ങളല്ല, പക്ഷെ വളരെ പ്രാക്ടിക്കലായ കാര്യങ്ങളാണ്. നമ്മൾ ഇനി വിശുദ്ധ കുർബാന അർപ്പിക്കും, ആരാധന നടത്തും, നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും, ഒറ്റയ്ക്ക് ആരാധിക്കും, വർഷിപ്പ് ചെയ്യണം. എല്ലാവരും പേഴ്സണൽ ലൈഫിൽ വർഷിപ്പ് ചെയ്യണം. വർഷിപ്പ് ചെയ്തില്ലെങ്കിൽ ഡെലിവറൻസ് ഇല്ല. ദൈവത്തെ ദിവസത്തിൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ ആരാധിക്കണം, പ്രൈസ് ചെയ്യണം, താങ്ക്സ് ഗിവിംഗ് നടത്തണം. അത് വേറെ, വർഷിപ്പ് അത് വേറെയാണ്. അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ദൈവത്തെ എല്ലാവരും ആരാധിക്കണം. ആരാധിക്കാനുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒന്നാമത്തെ ഏതാണ്? അപ്പൊ ഒന്ന് നന്നായിട്ടൊന്ന് തല കുനിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഒന്ന് എഴുന്നേക്കുന്നതിന് വിരോധമുണ്ടോ? ഇല്ല, ഇത് ചെയ്യുന്നോണ്ട് നല്ലതാ. അത് മാത്രമല്ല ഒരു എക്സസൈസും ആവും. ഉറങ്ങാൻ വേണ്ടി വന്ന ടീമുകളുണ്ട്, അതുങ്ങളെ ഇന്ന് ഉറക്കത്തില്ല. ഇന്ന് മുഴുവൻ എക്സസൈസാണ്. അപ്പൊ ഇനി ഇത് 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 ഇങ്ങനെ കൈ ഒന്ന് താത്തിട്ടെ, എല്ലാരും കൈ താത്തിട്ടെ. കൈ അല്ല, ബൈബിളുള്ളൊരു കൈ താത്തിടണ്ട, ബൈബിള് താഴെ പോവും. കൈ താത്തിട്ടിട്ട് എന്നെ നോക്കണം. അങ്ങനെ തല കുനിച്ച്. ആ തലയല്ല ശരിക്കും നടുവാ കുനിക്കുന്നല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയല്ല, അങ്ങനെ തല അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ തല കുനിക്കും. യെസ്, നല്ലപോലെ കുനിഞ്ഞില്ലല്ലോ, ഞാൻ കണ്ടില്ല. ഞാൻ കുനിഞ്ഞോണ്ട് ഞാൻ കണ്ടില്ല. നിങ്ങളൊന്ന് തല കുനിച്ച് നോക്കട്ടെ. നടുവേദന ഉള്ളവരൊക്കെ കുനിഞ്ഞോ. വർഷിപ്പല്ലേ, കർത്താവ് അനുഗ്രഹിക്കും. നടുവേദന മാറും. നിവൃത്തിക്ക്. അപ്പോ ഒന്നാമത്തേത് ഇതാണ്, ബൗ ഡൗൺ ആൻഡ് വർഷിപ്പ്. ബൗ ഡൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ കുനിയാൻ തയ്യാറാവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ ചിന്തയുണ്ട്, ഞാൻ ആരുടെയും മുമ്പിൽ തല കുനിക്കില്ല. ഈ ഞാൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, സെൽഫ് ഐ, ദ ഇറ്റേണൽ ഐ, ദ ഓൾ പവർഫുൾ ഐ. ഐ അല്ല, ഞാൻ പറയുകയാണ് ഐ എം നത്തിങ്. ഐ ആം നത്തിങ്. കുനി. ഓക്കെ, ഇരുന്നു, പഠിച്ചു, പഠിപ്പിച്ചെടുക്കും. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തേത്, അപ്പൊ ഒന്നുകൂടെ വായിച്ചേ. അവൻ തല കുനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എക്സഡസ് 4:31, പുറപ്പാട് 4:31, പുറപ്പാട് 4:31. എല്ലാരും എടുക്കാമോ? എല്ലാരും എടുക്കാമോ? പുറപ്പാട് 4:31. And the people believed, and when they heard that the Lord had visited the sons of Israel and that he had seen their affliction, they bowed down their heads and worshipped. ദൈവം ഇസ്രായേൽ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ ഗ്രഹിച്ചിരിക്കുന്നുവെന്നും അവർ കേട്ടപ്പോൾ മോശയും അഹ്റോനും ഇസ്രായേൽ ജനത്തോട് അത് പറയുകയാണ്, ദൈവം നിങ്ങളുടെ കഷ്ടപ്പാട് മക്കളെ കണ്ടിരിക്കുന്നു, നിങ്ങളുടെ കഷ്ടത അവിടുന്ന് ഗ്രഹിച്ചിരിക്കുന്നു, നിങ്ങളെ രക്ഷിക്കാൻ കർത്താവ് വരികയാണ് എന്ന് കേട്ടപ്പോൾ അവർ തല കുനിച്ച് അവിടുത്തെ ആരാധിച്ചു. ഒന്ന് തല കുനിച്ചേ. അവർ തല കുനിച്ച് അവിടുത്തെ ആരാധിച്ചു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഒന്നാമത്തേത് തല കുനിച്ച് ദൈവത്തെ ആരാധിച്ചു. രണ്ടാമത്തേത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുക. ലിഫ്റ്റിംഗ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് വർഷിപ്പ്. സാംസ് 63:4, സങ്കീർത്തനം 63:4. So I will bless you as long as I live. I will lift up my hands and call on your name. ഞാൻ ജീവിതകാലം മുഴുവൻ കരങ്ങൾ ഉയർത്തി ദൈവമേ നിന്നെ വിളിച്ചപേക്ഷിക്കും, കരങ്ങൾ ഉയർത്തി നിന്നെ ആരാധിക്കും. കയ്യിലുള്ളതെല്ലാം താഴെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ ഉയർത്തിക്കേ. അതായത് ഇങ്ങനെ കര ഉയർത്തുക. ഞാൻ ഇനി വേറെ സാധനം പഠിപ്പിച്ചു തരാം ഇങ്ങോട്ട്. അതായത് ഈ കര കയ്യത്തിട്ട് കൈ ഉയർത്തുമ്പോ ഈ യഹൂദന്മാര് കരങ്ങൾ ഉയർത്തുന്ന രീതി ഞാൻ കേട്ടിട്ടുള്ളതാണ്. നമ്മളിങ്ങനെയല്ലേ കൈ ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്നത്. എന്നാല് ഇപ്പൊ നമ്മുടെ മോനിക്ക് വന്നേ, കം ഹിയർ വാ, എൻ്റെ ഒരു മെത്രാനാവാനുള്ള യോഗ്യതയുണ്ട്. ഇങ്ങനെ നീ വായിലൊക്കെ എൻ്റെ സാധനം ഇരിപ്പുണ്ട്, വാങ്ങി തരുമോ? അപ്പൊ അതായത് ഈ കുഞ്ഞ് ഇവന്റെ പേരൻസിനെ കണ്ടില്ല എന്ന് വെച്ചോ. ഇപ്പൊ ഈ പേരൻസ് ഇവിടെ അടുത്തുള്ളതുകൊണ്ടാണ് ഇത്രയും ഗമ. മറ്റേ പേരൻസ് ഒന്നും ഇവിടെ ഇല്ലെന്ന് വെച്ചോ, അത് കാണാതെ പോയി. അപ്പൊ ഈ കുഞ്ഞ്
ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെയാണോ അമ്മ അങ്ങനെയാണോ കരയുന്നേ? അല്ല. ഒന്ന് എങ്ങനെ കൈ ഉയർത്തിക്കേ. ഇത് ഇങ്ങനെയാണ്. മമ്മ ഡാഡി മമ്മ വാ വാ ഞാനല്ലേ അവിടെ നിന്ന് പോവും. ഓടിക്കും. അപ്പോ എങ്ങനെയാന്ന് വെച്ചാല് കൈ ഉയർത്തുന്ന സത്യത്തില് ഇങ്ങനെയാണ് ഉയർത്തുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഉയർത്തേണ്ടത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൈ പിടിക്കാൻ വരികയാണെന്ന് വെച്ചോ. വാ. അതായത് അവിടെ 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 നിന്ന് ഇപ്പൊ ഞാൻ കൈ പിടിക്കാൻ വരികയാണ്. അപ്പൊ കൈ നോട്ടി അയ്യാ കണ്ടോ? കാണുന്നുണ്ടോ ഇത്? അതായത് ഇങ്ങനെ പിടിക്കാൻ വരികയാണ്. ഞാനിങ്ങനെ മേളിൽ നിന്ന് ഒരാൾ കൈ ഇങ്ങനെ പിടിക്കാനായിട്ട് വരുമ്പോ ഇങ്ങനെ കൈ നീട്ടി കൊടുക്കാണ്. കുഴി കിടക്കാണ് ഒരാൾ. കുഴി കിടക്കുന്ന ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി കൈ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പോയിരുന്നു. ശരിക്കും പറഞ്ഞാല് കൈ നീട്ടേണ്ടത് ഇങ്ങനെ നീട്ടണം. കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറയുമ്പോൾ എന്റെ ഒരു ഒപ്പീനിയനാണിത്. ഇത് ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചിട്ട് സ്തുതിക്കണം. കൈ ഇങ്ങനെ രണ്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ കർത്താവേ ഇങ്ങനെ എന്നെ പിടിച്ചോളാനാ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ ഒന്ന് കൈ ഉയർത്തിക്കേ. അപ്പൊ അതിന് കുറച്ചുകൂടി ലൈഫായില്ലേ? അതായത് someone is coming to hold my hand and I am lifting up my hand so that he can hold my hand. പിടിച്ചോ. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ ഒന്ന് കൈ ഉയർത്തിക്കേ. ജീവിതകാലം മുഴുവൻ. ഇനി അത് വായിച്ചേ. 63-ാം സങ്കീർത്തനം 4-ാം വാക്യം. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം. അപ്പൊ ഒന്ന് നന്നായിട്ട് അങ്ങനെ ഒന്ന് കൈ ഉയർത്തിക്കേ. എന്നിട്ട് ഈശോയേന്ന് വിളിച്ചേ. ഈശോയേ ഉറക്കെ വിളിച്ചേ. ഈശോയേ ഉറക്കെ വിളിച്ചേ. ഈശോയേ ഉച്ചത്തിൽ വിളിച്ചേ. ഈശോയേ. ഓക്കെ, മതി. അതെ, മനസ്സിലായല്ലോ. അപ്പൊ അത് കുറച്ചുകൂടെ ലൈഫായില്ലേ? ഞാനത് മനസ്സിലായപ്പോ ഞാൻ പിതാവായ ദൈവത്തെ കുറിച്ച് ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്കത് പിടികിട്ടിയത്. ശരിക്കും അങ്ങനെ പിടിക്കുമ്പോ അപ്പാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ നീട്ടണ്ടേ. അപ്പാ അപ്പാ എന്നോട് കൈ നീട്ടിക്കേ. രണ്ട് കൈയും കണ്ടോ? കൈകൾ ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 141-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിച്ചേ. Psalms 141:2. സങ്കീർത്തനം 141:2. എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും. Let my prayer be counted as incense before you and the lifting up of my hands as an evening sacrifice. കൈ ഉയർത്തുന്നത് ഈവനിങ് സാക്രിഫൈസിന് തുല്യമാണ്. സായാഹ്ന ബലി അർപ്പിക്കുന്നതിന് തുല്യമാണ് ഈ കൈ ഉയർത്തുന്നത്. അങ്ങനെ ഗ്രഹിച്ചിട്ട് ഒരാൾ കൈ ഉയർത്തിയാൽ, ദൈവമേ ഞാൻ ഇങ്ങനെ കൈ ഉയർത്തി പിടിക്കുന്നത് ഞാൻ സായാഹ്ന ബലി, യഹൂദന്മാർക്ക് രാവിലെയും ബലി ഉണ്ടായിരുന്നു, വൈകിട്ടും ബലി ഉണ്ടായിരുന്നു, വൈകുന്നേരം അർപ്പിക്കുന്ന ബലിക്ക് തുല്യമാണ് ഈ കൈ ഉയർത്തുന്നത്. അതുകൊണ്ട് കൈ ഉയർത്താൻ മടിയൊന്നും വേണ്ട കേട്ടോ. അത് ഇതിങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്നത്. And this Lord, count this lifting up of my hand as an evening sacrifice. Evening sacrifice. അപ്പൊ വൈകുന്നേരം ഒരു ബലി അർപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നാളെ മുതൽ കുർബാനയ്ക്ക് വരേണ്ട, വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കൈ വെക്കിയിട്ട് അങ്ങനെയല്ലത്. അതായത് അത് ആ ഒരു ഇഫക്റ്റ് കിട്ടും നമ്മളിങ്ങനെ കൈ ഉയർത്തി പിടിക്കുന്നത്. എന്റെ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാല്, വളരെ ബുദ്ധിമുട്ടില് കൈ ഉയർത്തിയിട്ട് എന്റെ കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭങ്ങളിലും എനിക്ക് തോന്നുന്നില്ല കർത്താവ് എന്നെ സഹായിക്കാതിരുന്നിട്ടുണ്ടെന്ന്. അതായത് ഇങ്ങനെ എന്റെ കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണേ കർത്താവെ, അത് 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 എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. സമയം കളയുന്നില്ല, അനുഭവങ്ങൾ പറഞ്ഞു. നിസ്സഹായതയിൽ ഇങ്ങനെ നിന്നിട്ട് കർത്താവെ, 2006 ഒരു അപകടം ഉണ്ടായി. 4 പേര് ആ വണ്ടിയിലുണ്ട്. അതില് ഞാൻ ഉൾപ്പെടെ 4 പേര്. ഒരാള് മരിക്കുമെന്ന സ്റ്റേജായി. വെന്റിലേറ്റർ നീക്കം ചെയ്താൽ മരിച്ചു പോകും. അപ്പൊ അതറിഞ്ഞ് രാത്രി 2 മണിക്ക് എന്നോട് ഒരാൾ പറയുന്നത്, ഞാൻ ഉറങ്ങാതെ കിടക്കുകയാണ്. അന്ന് ആശുപത്രി കിടന്നിട്ട് അന്നിന് വേറെ ഒരു വഴിയില്ലല്ലോ. കൈ ഇങ്ങനെ ഉയർത്തി, ഇങ്ങനെയൊന്നും ഉയർത്താന്ന് അറിയത്തില്ലല്ലോ. കൈ ഇങ്ങനെ ഉയർത്തി
കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ ഒരു രംഗം എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരിക്കലും ആരും വിശ്വസിക്കാത്ത വിധത്തിൽ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ആ വ്യക്തിയെ ജീവിപ്പിച്ച അനുഭവം എനിക്കറിയാം. അത് നടക്കും. അതുകൊണ്ട് ഇന്ന് ആരാധന നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ടോട്ടലി ഹെൽപ്ലെസ് ആണെങ്കിൽ ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോണം. അങ്ങനെ നിങ്ങൾ കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങൾ ആരുടെ കൈ കാത്തിരിക്കുന്നുവോ ആ കൈ വന്ന് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. ഡോണ്ട് വറി മോനെ, പ്രയാസപ്പെടണ്ടാ, ഞാനുണ്ടാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഒന്ന് കൈ ഉയർത്തിക്കുക. ഈവനിങ് സാക്രിഫൈസ് ആണ്. അങ്ങനെ മനസ്സ് വിചാരിച്ചിട്ട് വേണം. ഈവനിങ് സാക്രിഫൈസ് ആണ് ഈ കൈ ഉയർത്തുന്നത്. അപ്പോ 2 ബോഡി ലാംഗ്വേജ് ആയി. ഒന്നാമത്തേത് ബൗ ഡൗൺ, രണ്ടാമത്തേത് ലിഫ്റ്റിംഗ് അപ്പ് യുവർ ഹാൻഡ്സ്, മൂന്നാമത്തേത് സ്ട്രെച്ചിങ് അവർ ഹാൻഡ്സ്. അത് വേറെ. സ്ട്രെച്ച് എന്ന് പറഞ്ഞാല് ഞാൻ പറയണം, മോളെ ഞാൻ നിന്നെ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ ഈ മോള് ഇത് ഇങ്ങനെ നിന്നാലോ? ഞാൻ എടുക്കാൻ പോവാണ്, കുഞ്ഞിനെ ഞാൻ എടുക്കാൻ പോവാണ്. അപ്പൊ കുഞ്ഞെന്ത് ചെയ്യണം? ഇങ്ങനെ നിൽക്കണം. എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ നിന്നാലോ? നിങ്ങള് സെക്യൂരിറ്റി ചെക്കിന് നിൽക്കുന്ന എങ്ങനാ? ഇങ്ങനെ നിൽക്കോ? പോയിരുന്നോ? സെക്യൂരിറ്റി മറ്റേ ഒരു സാധനം കൊണ്ട് ഇവൻ ഇങ്ങനെ പരിശോധിക്കത്തില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെയാണോ? എങ്ങനെ നിൽക്കുന്നേ? ഇങ്ങനെയല്ലേ? അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് നടത്താൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു മെഷീനുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതിന്റെ വാട്ട് ഡസ് ഇറ്റ് മീൻ? വാട്ട് ഡസ് ഇറ്റ് കൺവേ? ഐ എം റെഡി ടു ബി ചെക്ഡ്. ഐ എം റെഡി. അതാണ്. ഒന്ന് എഴുന്നേറ്റെ, മടിയന്മാരെല്ലാം ഒന്ന് എഴുന്നേറ്റെ. Now stretch your hands. കുറച്ചുകൂടെ മുന്നിലേക്ക്. ഒത്തിരി പൊക്കരുത്, ഒരുപാട് പൊക്കരുത്. എന്ന് പറഞ്ഞാൽ ലോർഡ് ഐ എം റെഡി എന്നാണ് അതിന്റെ അർത്ഥം. ഐ എം റെഡി. അങ്ങനെ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. കണ്ണടച്ചേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങ് ലോകത്തിന്റെ ഏകരക്ഷകനാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞാൻ വിടുവിക്കപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അയക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇരുന്നെല്ലാരും. അപ്പൊ ഇത് മൂന്നാമത്തെ സ്ട്രെച്ച് യുവർ ഹാൻഡ്സ്. അതിങ്ങനെ കൈകൾ വിരിച്ച് കർത്താവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സന്നദ്ധത. ഇതെല്ലാം ബൈബിളിൽ പറയുന്ന ബോഡി ലാംഗ്വേജുകളാണ്. സങ്കീർത്തനം 143:6. I stretch out my hands to you, my soul thirsts for you like a parched land. I stretch out my hands to you, my soul thirsts for you like a parched land. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ, ഉണങ്ങി വരേണ്ട നിലം പോലെ എന്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ദാഹത്തിന്റെ അടയാളമാണ്. ദൈവമേ, ഉദാഹരണത്തിന് എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന ബോഡി ലാംഗ്വേജ് ഇതാണ്. എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം. ഒന്ന് കൈവരിച്ച് പറഞ്ഞേ, കർത്താവേ, എനിക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ തരണമേ. അപ്പൊ ഇവിടെ സങ്കീർത്തനം 143 പറഞ്ഞിരിക്കുന്നത് ഈ ബോഡി ലാംഗ്വേജ് ദാഹത്തിന്റെ, ഉണങ്ങി വരേണ്ട നിലമെന്ന പോലെ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതാ കരങ്ങൾ വിരിച്ചു പിടിക്കുകയാണ്. മീനിങ് ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. ഐ എം സ്ട്രെച്ചിങ് ഔട്ട് മൈ ഹാൻഡ്സ് ബിക്കോസ് ഐ തേഴ്സ്റ്റ് ഫോർ യു, ഓ മൈ ലോർഡ്, ലൈക്ക് എ പേഴ്സ്ഡ് ലാൻഡ് ഐ തേഴ്സ്റ്റ് ഫോർ യു. അല്ലേ? ഈ പിന്നെ
പ്രണയ രംഗങ്ങളൊക്കെ മൂവിയിൽ പാട്ടൊക്കെ വരുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കരിസ്മാറ്റിക് ആണ്, ഞങ്ങൾ അങ്ങനെ ആ സമയത്തൊക്കെ ഇങ്ങനെ അവരങ്ങനെയൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഈ ടൈറ്റാനിക് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അത് തേഴ്സ്റ്റ്. That is for a material thirst, earthly thirst. പക്ഷേ this is something immaterial, spiritual. ഒന്ന് എഴുന്നേറ്റേ, ഉറങ്ങിയിരിക്കും, ചാടി ചാടി എഴുന്നേക്ക്. ആരെയും മനസ്സിലോർത്ത് ഇങ്ങനെ നിൽക്കരുത്. ഇപ്പൊ ഒരു അവസരം കിട്ടി, അങ്ങനെ നിൽക്കരുത്. കർത്താവേ, ഐ തേഴ്സ്റ്റ്. അങ്ങനെ തന്നെ ബദറെ ഒരു രണ്ടുപേര് പാടാമോ? ദാഹത്തിന്റെ എന്തെങ്കിലും ഒരു പാടാമോ? അതായത് പരിശുദ്ധാത്മാവേ എന്നുള്ള ആ ഇരടി പാടിക്കോ, കണ്ണടച്ചോ. അതായത് ഇപ്പോ ആത്മാവ് നിറയാനായിട്ട് അങ്ങോട്ട് ദാഹിച്ചോ. പരിശുദ്ധാത്മാവേ, നല്ല പോലെ ആഗ്രഹിച്ച് പാടിക്കോ. പരിശുദ്ധാത്മാവേ, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഒത്തിരി ഉയർത്തണ്ട. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വേഗത്തിലിരുന്നേ. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു. അപ്പൊ ഓരോന്നും നമ്മൾ ചെയ്യണം. 3 കാര്യങ്ങൾ, 3 ബോഡി ലാംഗ്വേജ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നു. മനക്കെടായല്ലോ. ഒന്ന് നിൽക്കാവോ ബൈബിളും കൊണ്ട്? ഐ എം സോറി, ഒന്ന് നിൽക്കാവോ ബൈബിളും കൊണ്ട്? ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. ഇങ്ങനെ എഴുന്നേക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. ഇരുന്ന് അങ്ങനെ സുഖമായിട്ടിരുന്ന് ശീലിച്ചില്ലേ? ഞാൻ നിൽക്കുകയല്ലേ, അതുകൊണ്ട് മര്യാദയ്ക്ക് നിൽക്ക്. ഓക്കെ. സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണോ? നിന്നുകൊണ്ട്. സോളമൻ stood before the altar of the Lord in front of the whole assembly of Israel and spread out his hands. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കൈകൾ വിരിച്ചു പിടിച്ചു. ഒരു കൈ ബൈബിൾ ഉണ്ടെങ്കിൽ ഒരു കൈ മാത്രം വിരിച്ചു പിടിക്കുക, അല്ലെ 2 കൈ. ബൈബിൾ ഇല്ലെങ്കിൽ 2 കൈയും വിരിച്ചു പിടിക്കുക. 2 കൈയും വിരിച്ചു പിടിച്ചവരാണ് കൂടുതൽ, ബൈബിൾ ഇല്ലാത്തവർ അല്ല, താഴെ വെച്ചാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ. സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു. അങ്കണത്തിൽ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള പീഠം ഓടുകൊണ്ട് ഒരുക്കിയിരുന്നു. അതിന്റെ മുകളിലാണ് അവൻ നിന്നത്. ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി. ചെയ്യാവോ? ബൈബിള് താഴെ വെച്ചിട്ട് മുട്ടുകുത്താൻ പറ്റുന്നവർ, അല്ലാത്തവരിരുന്നു. നിങ്ങൾ ചിന്തിക്കരുത്, അച്ഛൻ ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിക്കരുത്. ഇതിങ്ങനെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ മറക്കില്ല. അല്ലെങ്കിൽ ഞാനിത് 7 എണ്ണം പറഞ്ഞു പോയാൽ നിങ്ങൾ മറന്നു. മുട്ടുകുത്തി നിന്ന് അവൻ കൈകൾ വിരിച്ചു പിടിച്ചു. ഓ, എന്ത് രസമാണ് നിങ്ങളെ കാണാൻ. നല്ല ഭംഗിയുണ്ട് നിങ്ങളെ കാണാൻ. ഐ ലവ് യു. കണ്ണടച്ചേ. കർത്താവ് ഇറങ്ങി വരും. ഇതൊക്കെ ബൈബിളിലെ ബോഡി ലാംഗ്വേജുകളാണ്. അങ്ങനെയൊക്കെ ചെയ്തപ്പോ ദൈവം ഇറങ്ങി അങ്ങ് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും വരും, ഉറപ്പാ. എന്റെ മക്കളെ കണ്ണടച്ചേ, കൈകളൊന്ന് വിരിച്ചു പിടിച്ചേ മക്കളെ, എല്ലാരും നന്നായിട്ട് വിരിച്ചു പിടിച്ചേ. സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്. സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു. ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി അവൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോലെ ഉയർത്തിക്കേ. നേരത്തെ എങ്ങനെ പറഞ്ഞു തന്നേ? ഒരു കുഞ്ഞ് അപ്പനെ വിളിക്കാൻ വേണ്ടി കൈ. ഇനി എല്ലാ മക്കളും ഒന്ന് ചേർന്ന് പറയണം. കർത്താവായ യേശുവേ, ആബാ പിതാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ ആരാധിക്കാത്ത, അങ്ങേ സ്നേഹിക്കാത്ത, അങ്ങയിൽ ആശ്രയിക്കാത്ത, അങ്ങയിൽ വിശ്വസിക്കാത്ത ഓസ്ട്രേലിയയിലെ എല്ലാ മക്കളുടെയും പാപങ്ങളുടെ
പരിഹാരത്തിനായി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈ ദേശത്തുള്ള അങ്ങയെ ആരാധിക്കാത്ത, അങ്ങയെ സ്നേഹിക്കാത്ത, അങ്ങയിൽ വിശ്വസിക്കാത്ത, അങ്ങയെ ആരാധിക്കാത്ത, അങ്ങയിൽ ആശ്രയിക്കാത്ത എല്ലാ മക്കളുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. എഴുന്നേറ്റോ. Solomon stood before the altar of the Lord in front of the whole assembly of Israel and spread out his hands. Now he had made a bronze platform. He stood on the platform and he knelt down before the whole assembly of Israel and spread out his hands toward heaven. ഇരുന്ന് അതായത് എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്തെന്നറിയാമോ? ആരാണ് ഈ ചെയ്യുന്നത്? ഇതാരാ ഈ ചെയ്തത്? ഇതാരാ ഇപ്പൊ ചെയ്തത്? ആരാ? നമ്മളീ പറഞ്ഞ ആരുടെ കാര്യം വായിച്ചേ? സോളമൻ രാജാവ് തന്റെ പ്രജകളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ അയാൾ മുട്ടുമേൽ നിന്നു. ആരാ? രാജാവ്. എനിക്ക് ഒരിക്കല് ഇവിടെ ഞാൻ വണ്ടി ഓടിച്ചു പോയ സമയത്ത് എനിക്ക് പെറ്റി അടിച്ചു പോലീസ് നാട്ടില്. എന്നിട്ട് ഫൈൻ അടിച്ചു. അപ്പോ അത് മൊബൈൽ കോർട്ടായിരുന്നു. മൊബൈൽ കോർട്ട് എന്ന് പറഞ്ഞാല് അതിനകത്ത് ജഡ്ജി ഇരിപ്പുണ്ട്. വണ്ടിക്കകത്ത് തന്നെ ജഡ്ജി ഇരിക്കുകയാണ്, നമ്മൾ അപ്പൊ തന്നെ പേ ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, പോലീസുകാരൻ പറഞ്ഞു, അകത്ത് ജഡ്ജി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നെഞ്ചു വിരിച്ചൊന്നും കയറി ചെല്ലരുത്, ഇങ്ങനെ വണങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ എനിക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് വണങ്ങേണ്ടതെന്ന്. അപ്പൊ എന്നെ കണ്ടിട്ട് ഞാനൊരു മര്യാദക്കാരനല്ലെന്ന് അയാൾക്ക് തോന്നി. എന്നിട്ട് അപ്പൊ അയാൾ എനിക്ക് കാണിച്ചു തരികയാണ് ഇങ്ങനെ നന്നായിട്ട് വണങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജഡ്ജിയുടെ അടുത്തേക്ക് ഞാൻ ഈ പെനാൽറ്റി അടയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വണങ്ങിയിട്ടാണ്. അപ്പൊ ഒരു ഹ്യൂമൻ കോർട്ടിൽ പോലും നമ്മൾ ആ ജഡ്ജിനെ റെസ്പെക്ട് ചെയ്യണം. അപ്പോഴാണ് സർവശക്തനായ ദൈവത്തെ നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര ആളുകളാണ് പരിശുദ്ധ കുർബാനയ്ക്ക് ഇങ്ങനെ നെഞ്ചും വിരിച്ച് കൈയും കെട്ടി നിൽക്കുന്നത്. എന്തോ ഒരു അബോമിനേഷനാണത്, എന്തോ ഒരു ഹ്യൂമിലിയേഷനാണ് ദൈവത്തിനത്. അതായത് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ വെറും കൃമിയായ മനുഷ്യൻ ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കണം. നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് ഒരിക്കൽ പോലും കൈയും കെട്ടി നിൽക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? പല പൊസിഷൻസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ കൈ വിരിച്ചും കൈ ഉയർത്തേക്ക് നിൽക്കാൻ പാടല്ലേ? ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെ നിൽക്കാം, നല്ലൊരു പൊസിഷനാ അത്. ഇങ്ങനെ നിൽക്കാം. ഇനി ഫുൾ ടൈം അങ്ങനെ നിൽക്കാൻ അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട് മുഴുവൻ സമയവും. ഇങ്ങനെ നിൽക്കാം. ഇനി ഒന്നും പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെയൊന്നും വയ്ക്കാൻ പാടില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെയൊന്നും നിൽക്കരുത്. വയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ, പിന്നെ ഈ നടുവയ്യാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെ നിന്നോട്ട്. ഗർഭിണികളൊക്കെ ആണെങ്കിൽ അങ്ങനെ നിന്നോട്ട്. അല്ലാത്തവരൊന്നും അങ്ങനെ നിൽക്കരുത്. അല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഗർഭമുണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ബേസിക് ട്രെയിനിങ് വേണ്ടത് ബോഡി ലാംഗ്വേജിലാണ്. അനേക ആളുകൾക്ക് ഇത് അറിയില്ല. ചിലത് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്നതൊക്കെ എന്നാ റഫ് ബോഡി ലാംഗ്വേജ് ആണ് അതൊക്കെ. ഇങ്ങനെ ഇവിടെ കാണിച്ചാൽ പൂർത്തിയായി. അങ്ങനെ നിൽക്കരുത് കേട്ടോ. ആരാധനയ്ക്ക് അല്ലാതെ നിൽക്കാം. ആരാധനയ്ക്ക് എയർപോർട്ടിലൊക്കെ നിൽക്കാം, കുഴപ്പമില്ല. മറ്റേ ടോയ്ലറ്റിന് ഫ്രണ്ട് ക്യൂ നിൽക്കുമ്പോഴും നിൽക്കാം. ഇങ്ങനെ നിൽക്കാം. പരിശുദ്ധ കുർബാനയ്ക്ക് അങ്ങനെ ഒന്നും നിൽക്കരുത് കേട്ടോ. കർത്താവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മളെ ഇത് ഓരോ ദിവസം കഴിയുന്തോറും പിന്നെ നമുക്ക് മനസ്സിലായി വരും. ഇപ്പൊ ആദ്യം ഇങ്ങനെ നമ്മളെ റഫ് റിബല്യസ്, നമുക്കിങ്ങനെ എല്ലാം ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ നിന്നാണ് അതെല്ലാം വരുന്നത്. അങ്ങനെയൊന്നും ചെയ്യില്ലേ മക്കളെ. സർവശക്തനായ ദൈവത്തെ ആരാധന
ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അയാൾക്ക് ദൈവത്തോട് എന്തുമാത്രം ബഹുമാനം ഉണ്ടെന്ന്. ഒരാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അറിയാം അയാളുടെ ഉള്ളെന്താന്ന്. അതറിയാം. ഇപ്പൊ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു വചനമുണ്ട്. 2 ദിനവൃത്താന്തം 16, 2 Chronicles chapter 16 and verse 9. ഇത് ഇംഗ്ലീഷ് കേട്ടോ. For the eyes of the Lord move back and forth throughout the whole earth to show his might in behalf of those whose heart is blameless toward him. The eyes of the Lord, ഇതൊന്ന് കേൾക്കാമോ? The eyes of the Lord move back and forth throughout the whole earth. കർത്താവിന്റെ കണ്ണുകൾ ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് പോലെയും ദൂരെ നിന്ന് നോക്കുന്നത് പോലെയും. മനസ്സിലായോ? കർത്താവിന്റെ കണ്ണുകൾ ഇങ്ങനെ ഓരോരുത്തരുടെ മേലും കർത്താവിന്റെ കണ്ണുകൾ, ഇതാണ് കർത്താവിന്റെ ക്യാമറ. അതിങ്ങനെ ഓരോരുത്തരുടെ മേലും ഇങ്ങനെ വന്ന് സൂം ചെയ്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ കർത്താവിന്റെ കണ്ണുകൾ ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ വൈഡ് ആംഗിളിൽ കാണാം. ഇനി അതിങ്ങനെ അടുത്തടുത്ത് വരും. അടുത്ത് വന്നിട്ട് നോക്കും. അവ ഇങ്ങനെ അടുത്ത് വന്നിട്ട് നോക്കും. തന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിന്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം പായുകയാണ്. അതായത് ഓരോരുത്തരുടെ മേലും കർത്താവിന്റെ കണ്ണുകൾ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ മേലും. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരുടെ മേലും ആ കണ്ണുകൾ, കർത്താവിന്റെ കണ്ണുകൾ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വന്ന് നിൽക്കും. ഒന്നുകൂടെ വായിച്ചേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദേവാലയത്തിൽ നിൽക്കുന്ന സമയത്ത്, നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ കർത്താവിന്റെ കണ്ണുകൾ നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരമാണ് നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത്. അന്നേരമാണ് നമ്മൾ കൈയൊക്കെ കെട്ടി നിൽക്കുന്നത്. ഡിസ്ഇൻട്രസ്റ്റഡ്, ഇൻഡിഫറൻസ് ആണ്. കൈകെട്ടി നിൽക്കുന്നതിന്റെ മീനിങ് ഇൻഡിഫറൻസ് ആണ്. അതായത് ഒരുത്തൻ അമ്മയെ പിടിച്ച് തല്ലുകയാണ്. അമ്മയെ അടിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയെ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അയൽപക്കത്ത് നിന്ന് കറിയാച്ചൻ ഇറങ്ങി വന്നിട്ട് മതിലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയെ അടിച്ചോണ്ടിരിക്കുകയാണ്. ബാലഗോപാലൻ അമ്മയെ അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലെ കറിയാച്ചൻ ഇറങ്ങി വന്നിട്ട്, കറിയാച്ചൻ ഈസ് ഇൻഡിഫറന്റ്. കറിയാച്ചൻ ഈസ് നോട്ട് റെഡി ടു ഗെറ്റ് ഇൻ ടു ദ ഇഷ്യൂ. Kariyachan is not ready to act on behalf of Balagopalan's Amma. Radical indifference. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും നിൽക്കരുത്. ഒരിക്കലും പള്ളി നിൽക്കരുത്. എൻ്റെ ഒരു അഡ്വൈസാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നാൽ അതേ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവ കൈ താത്തിട്ടായാലും നിന്നോ, പിന്നെ അതിനകത്തൊരു അന്തസ്സുണ്ട്. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇംഗ്ലീഷ് പള്ളികളിലൊക്കെ ചിലപ്പോൾ അവരെങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കാണുമായിരിക്കും. എനിക്കറിയില്ല, ഉണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഏതായാലും വർഷിപ്പിന് ഒരിക്കൽ പോലും കർത്താവ് അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു മാതൃകയാണ് അങ്ങനെ നിൽക്കുന്നത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. വേഗത്തിൽ പോണം. ഇപ്പൊ എത്ര കാര്യമായി? 3 എണ്ണയായല്ലോ ഇത്രയും സമയമായിട്ട്. അല്ല 4 എണ്ണായില്ലേ? നീൽ ഡൗൺ, അതാണ് 4-ാമത്തേത്. മുട്ടുകുത്തി. 5-ാമത്തേത് സാംസ് 47:1. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ആഹ്ലാദ ആരവം മുഴക്കുവിൻ. ഒന്നുകൂടെ വായിച്ചേ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ. ദൈവത്തിന്റെ മുമ്പിൽ clap your hands all peoples, shout to God with loud songs of joy. അപ്പൊ ചെയ്തേത്
ജനതകളെ കരഘോഷം മുഴക്കുവിൻ. ഫസ്റ്റ് പാർട്ട് ഈസ് ഓൾ റൈറ്റ്. ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവം. ആ മലയാളം മനസ്സിലായില്ലെങ്കിൽ ലൗഡ് സോങ്സ് ഓഫ് ജോയ്. മനസ്സിലായല്ലോ? ആഹ്ലാദാരവം അതെന്താണെന്നറിയില്ല. ആഹ്ലാദാരവം, ലൗഡ് സോങ്സ് ഓഫ് ജോയ്. അതായത് ഉച്ചത്തിൽ പാട്ടുപാടുകയും കൈയടിക്കുകയും ചെയ്യുന്നത് ദൈവവചനപ്രകാരം ദൈവാരാധനയുടെ ഒരു വഴിയാണ്. അതുകൊണ്ട് ഇത് മറക്കരുത്. കൈയടിക്കുകയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് അത് ചെയ്യണം. സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ നമുക്ക് പോവാം. അടുത്തത് ഇന്നലെ ഞാൻ വായിച്ച, അത് ഇനി വായിക്കേണ്ട, 150 സങ്കീർത്തനം 5 വാക്യം ഇന്നലെ ഞാൻ വായിച്ചിരുന്നു. അടുത്തത് 6-ാമത്തേത് ഉൽപ്പത്തി 17:3-17 വരെ. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ച്, അതായത് അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ഫോളിങ് ഓൺ യുവർ ഫേസ്. അതിപ്പോ എന്തായാലും ചെയ്ത് കാണിക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് വെറുതെ വിടുകയാണ്. സാഷ്ടാംഗം പ്രണമിക്കുക. ഇത് വളരെ ശക്തമായ ഒരു ദൈവാരാധനയാണ്, അതിശക്തമായ. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ മുറി അടച്ചിട്ടിട്ട് നിങ്ങൾ വെറും നിലത്തൊന്ന് കിടക്കണം. സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ 8 അവയവങ്ങൾ നിലത്ത് മുട്ടിക്കുന്നതിനാണ് സാഷ്ടാംഗ പ്രണാമം എന്ന് പറയും. സാഷ്ടാംഗം ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ നിലത്തോട് ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഈ സാഷ്ടാംഗ പ്രണാമം നടത്തി, ഫോളിങ് ഓൺ യുവർ ഫേസ്, അവനിങ്ങനെ മുഖം നിലത്തമർത്തി, ശരീരം മുഴുവൻ നിലത്തമർത്തി ദൈവത്തെ ആരാധിച്ചു. അപ്പൊ അതിങ്ങനെ മുഖം കുനിച്ച് കുമ്പിടുന്നതും ഉണ്ട്, ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നതുണ്ട്. അതുകൊണ്ടല്ലോ നമ്മൾ ഒന്നും അല്ലാന്ന് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ അംഗീകരിക്കുകയാണ്. നിങ്ങളുടെ നിസ്സഹായതയുടെ മുമ്പിൽ ഇങ്ങനൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. ഇതിനെന്ത് വിലയുണ്ടെന്ന് ഒരു 10 ദിവസം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കർത്താവിന്റെ മുമ്പിൽ, ഉദാഹരണത്തിന്, നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഒറ്റയ്ക്കിരിക്കുമ്പോഴോ കുടുംബമായിട്ടോ ഇങ്ങനെ കരങ്ങൾ നീട്ടിയിട്ട്, അപ്പാ ഞങ്ങൾ സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്, ഞങ്ങളെ സഹായിക്കണേ അപ്പാ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ ആ ബോഡിയിൽ, അതായത് നമ്മുടെ ആ സെൽഫ് മുഴുവൻ വരണം നമ്മുടെ പ്രയറിലും വർഷിപ്പിലും. അതുകൊണ്ട് ഈ ബോഡി അതൊരു അത്യാവശ്യം. അത് ആ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പാ, ഇന്ന് പരിശുദ്ധ കുർബാനയും കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ആശീർവദിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെയാ പിടിക്കുന്നത്? നിങ്ങളിങ്ങനെ കൈ നീട്ടിയിട്ട് ഉള്ളിൽ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് വിശുദ്ധ കുർബാനയിൽ ഈശോ ഇറങ്ങി അങ്ങോട്ട് വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ബോഡി ലാംഗ്വേജ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനത്തേത് വായിച്ചിട്ട് നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. സാമുവേലിന്റെ 2-ാം പുസ്തകം, 2 സാമുവേൽ 6:14. ദാവീദ് കർത്താവിന്റെ മുമ്പാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. അങ്ങനെയാണ് അവൻ ദൈവത്തെ ആരാധിക്കുന്നത്. അവൻ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. അതാണ് അവസാനത്തേത്. ഒന്ന് എഴുന്നേറ്റെ. അവൻ കർത്താവിന്റെ മുമ്പിൽ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. ഞാൻ പറയുന്നത്, ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ താഴാൻ തയ്യാറായാൽ, ഒരു കുഞ്ഞിനെ പോലെ എളിമപ്പെടാൻ തയ്യാറായാൽ ദൈവം സമൃദ്ധമായി നമ്മളെല്ലാം അനുഗ്രഹിക്കും. അതുകൊണ്ട് നമുക്കിപ്പോ ഒന്ന് നന്നായിട്ട് പാടി പ്രാർത്ഥിച്ചാലോ? ഈ പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റും, മുട്ടുകുത്താൻ പറ്റില്ല, അത് ചെയ്യണ്ട. ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. ഈ പ്രോസ്ട്രേറ്റും ചെയ്യണ്ട, സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യണ്ട. ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. കൈ ഇങ്ങനെ ഉയർത്താൻ പറ്റും, കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കാൻ പറ്റും, സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, എല്ലാം പറ്റുമല്ലോ. തലവനിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്തോണം. അങ്ങനെ ശക്തമായിട്ട് വിരോധമുണ്ടോ? നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ചെയ്ത്, ഇത് ആദ്യത്തെ, ഇതായത് വർഷിപ്പിംഗ് വിത്ത് യുവർ ബോഡി, അതാണ് ഫസ്റ്റ് പാർട്ട്. വർഷിപ്പിന്റെ ഫസ്റ്റ് പാർട്ട് വർഷിപ്പ് വിത്ത് യുവർ ബോഡി. അതിന്റെ 7 ബോഡി ലാംഗ്വേജ് ആണ് ഞാൻ പറഞ്ഞത്. ബൈബിളിലുള്ള 7 മാത്രമല്ല, ഒരുപാടുണ്ട്. ഞാൻ പെട്ടെന്ന് വേഗത്തിൽ 7 എണ്ണം പറഞ്ഞേ ഉള്ളൂ. റെഡിയാണോ? വെറുതെ നിൽക്കരുത്. രോഗപീഠകൾ വിട്ടുപോകും, മനസ്സിന് സമാധാനം കിട്ടും, കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കും,
ആത്മീയ കൃപകൾ നിറയും. അനേക നാളുകളായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ വരം നിങ്ങളുടെ മേൽ ചൊരിയപ്പെടും. എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതങ്ങ് വിശ്വസിച്ചങ്ങ് ഏറ്റെടുക്കുക. കരങ്ങളടിച്ചേ. ഡാൻസ് ചെയ്തോണം, എന്നെ നോക്കി നിൽക്കരുത്. ദൈവം തന്നുവെല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. പാടിക്കേ. ദൈവം തന്നുവെല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യം വിളിച്ച ഈശോയെ കൈ ഈശോയെ കരങ്ങളടിച്ച് കാല് മാറ്റി ചവിട്ടിക്ക്. നനയ്ക്ക്. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ മനസ്സോടും ദൈവത്തെ ആരാധിക്കാം. പഠിക്ക്. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ മനസ്സോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. വിളിച്ച ഈശോയെ ഈശോയെ
ഈശോയേ